ഇതിലെന്തൊക്കെ ചെയ്തിരിക്കണോ എന്നുള്ളതിൻ്റെ ഞാൻ എല്ലാവർക്കും ഓരോ ഇത് തരാം. എന്തൊക്കെ വൈദ്യുതി രംഗത്ത് ചെയ്തിരിക്കണോ അത് നടപ്പാക്കിയിട്ട് അതൊന്ന് വായിച്ച് നോക്കിയിട്ട് വിമർശനം നടത്തുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 8-ാം തീയതി പവർ എക്സ്ചേഞ്ചിൽ നിന്നും 250 മെഗാവാട്ട് വാങ്ങുന്നതിന് അനുമതി നേടി ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു, കമ്മീഷൻ കൊടുത്തിരുന്നു. കമ്മീഷൻ ആ പെറ്റീഷൻ പരിധി നടത്തിയത് 24-ന് മാത്രമാണ്. അത് കഴിഞ്ഞ് ഉത്തരവ് വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഉത്തരവ് വരുന്നത്. ഈ 18 വരെ പവർ എക്സ്ചേഞ്ച് വൈദ്യുതി ലഭ്യമായിരുന്നു. പക്ഷേ ഈ പെറ്റീഷൻ അനുമതി വന്നപ്പോഴേക്കും അവിടെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ഇക്കാര്യത്തിൽ ഈ ഇപ്പോഴത്തെ ക്രൈസിസ് കണക്കെടുക്കുമ്പോൾ ഈ പെറ്റീഷൻ അടിയന്തരമായി പരിഗണിച്ച് തീരുമാനമെടുക്കേണ്ട കമ്മീഷൻ ഭാഗത്ത് വലിയ ഗുരുതരമായ വീഴ്ച വന്നിട്ടില്ല. എന്താണ് ബോർഡിന്റെ അഭിപ്രായം, കേസിന്റെ അഭിപ്രായം? KCയുടെ അതിനെ വിലയിരുത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ. എന്ത് കാരണം കൊണ്ടാണ് തടസ്സം നിർത്തി എന്നുള്ളത് ഒരു വിവാദം ഉണ്ടാക്കാനില്ല. അതെന്താ കാരണം എന്നുള്ളത് മനസ്സിലാക്കിയ ശേഷമേ പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് കമ്മീഷൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളത് അറിയില്ലല്ലോ. കമ്മീഷൻ ഇപ്പോഴത്തെ സാഹചര്യം ബോധമുള്ളതാണല്ലോ. ഈ ഒരു അടിയന്തര സാഹചര്യമാണ്, വേറെ കൂടുന്നു, വൈദ്യുതി കൂടുന്നു. അത് തന്നെ. അത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിപ്പോൾ തന്നല്ലോ, ഇപ്പോൾ അവർ ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ തരുകയും ചെയ്തല്ലോ. ആ പ്രശ്നം അവസാനിച്ചു. ഇപ്പോൾ ഇന്നലെ തന്നെ റോഡ് ഷെഡിങ് ഇല്ലല്ലോ. അത് കുറച്ച് സമയമുണ്ടുള്ളൂ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാത്രമേ വന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മേക്കപ്പ് ചെയ്തു. ഈ പറഞ്ഞ അതേ ചോദ്യം തന്നെയാണ്. അതായത് 8-ാം തീയതി റെഗുലേറ്ററി കമ്മീഷന് ഈ പറയുന്ന സജഷൻ കൊടുക്കുന്നു. അതിനുശേഷം 8-ന് അവർ ആ തീരുമാനം എടുക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം 14-ലേക്ക് മാറ്റി 21, 22 ഹിയറിംഗിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂന്ന് പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ പാചകവാതകത്തിന്റെ പ്രതിസന്ധിയിൽ വന്ന ഇൻഡക്ഷൻ കുക്കറിലേക്ക് കാര്യങ്ങൾ വന്നതൊക്കെ അപ്രതീക്ഷിതമായി വന്നതാണ്. പക്ഷേ ഈ മുന്നൊരുക്കം നടത്തുന്നത് ഇത്രയും ഗൗരവകരമായ സാഹചര്യം ഉണ്ടാകുന്നത് 8-ാം തീയതി ഇത് പരിഹരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് പോകുമായിരുന്നില്ല എന്നൊരു വിമർശനം. അത് നിങ്ങൾ റെഗുലേറ്ററി കമ്മീഷൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം. എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. റെഗുലേറ്ററി കമ്മീഷൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കാൻ എന്താ അങ്ങനെ ഉണ്ടായി എന്നുള്ളത്. അതൊരു ഹാഫ് ജുഡീഷ്യറി ബോഡിയല്ലേ. ഞങ്ങൾ പലതും സംസാരിച്ച് എല്ലാതും പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുകയല്ലേ. കേരളത്തിലല്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ആകാശത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല, കേരളത്തിലുള്ള ഒരു സ്ഥാപനം. 8-ാം തീയതി ഒരു പെറ്റീഷൻ അത് നിങ്ങൾ റെഗുലേറ്ററി കമ്മീഷനോട് ചോദിക്കുന്നതാണ് നല്ലത്. അത് ഞങ്ങളായ അഭിപ്രായം പറഞ്ഞ ശേഷമാണല്ലോ ഇപ്പോൾ ഇത് കിട്ടിയത്. ആ സമയത്ത് മിനിസ്റ്റർ ഈ കാര്യത്തിൽ അടിയന്തര സാഹചര്യം ബോധ്യപ്പെടുത്താനോ ഇടപെടലോ ആ ഘട്ടത്തിൽ മിനിസ്റ്റർ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അല്ല, അത് ബോർഡ് നമ്മുടെ അടുത്ത് നിർദ്ദേശം തന്നാലല്ലേ നമുക്ക് അതിൽ ഇടപെടാൻ പറ്റുള്ളൂ. ബോർഡ് എൻ്റെ അടുത്ത് നിർദ്ദേശം തന്നിട്ടില്ല. ഇല്ല. വൈകിട്ട് അവസാനം ഞങ്ങൾ ഇടപെട്ടിട്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ പെട്ടെന്ന് തീരുമാനമെടുത്തത്. ഇല്ല, ബോർഡ് അത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലിരുന്നതാണ് അവർ. അത് കിട്ടിയില്ല എന്നുള്ളതാകുന്നപ്പോഴല്ലേ നമ്മൾ 2024 ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം ഉണ്ടായത്. അതിൽ കാര്യമായ വർധനവ് ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത്. അതിപ്പോൾ ലോഡ് താങ്ങാനുള്ള കപ്പാസിറ്റി ട്രാൻസ്ഫോമറിൽ മറ്റും ഇല്ലാത്തതാണ് പ്രധാനപ്പെട്ട റീസണായിട്ട് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയുള്ള വസ്തുതയുണ്ട്. ഇത് നിങ്ങളതൊന്ന് വായിച്ചു നോക്കിയാൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം. അല്ലല്ല, അത് വേണ്ട. ഇതിൽ അങ്ങനെ ഇത് പറയാൻ പറ്റാത്ത അത്രയും ഉണ്ട്. ഓരോ സെക്ഷനിലും നമ്മൾ ചെയ്ത പ്രവൃത്തികൾ എന്താണ്, ട്രാൻസ്മിഷനിൽ എന്താണ്, ഈ ഉൽപ്പാദനത്തിൽ എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ളതിനെല്ലാം ട്രാൻസ്ഫോർമർ എത്രണ്ണം വാങ്ങിയിട്ടുണ്ട്, എത്രണ്ണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ എല്ലാം കൃത്യമായ കണക്കുണ്ട്. അല്ല, ഓവറായിട്ട് ഉപയോഗം വരുമ്പോൾ ഡ്രിപ്പാകുകയാണ്, അത്രയേ ഉള്ളൂ. അത് 10 മിനിറ്റോ 5 മിനിറ്റോ അതായത് ലോക്കൽ ഓഫീസേഴ്സിന് അങ്ങനെയല്ല. ഡ്രിപ്പാകുന്നതിനും ലോഡ് ഷെഡിങ്ങിനും വ്യത്യാസമുണ്ട്. ഇല്ല, ഇപ്പം ഇല്ല. അല്ല, ഇനി സാഹചര്യം എങ്ങനെ വരുന്നു എന്നുള്ളത് അറിഞ്ഞിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പവർ ഇപ്പോൾ 250 മെഗാവാട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രശ്നം വരില്ല. ഇപ്പോൾ മഴ പെയ്തു, ഇന്നലെ മഴ പെയ്തപ്പോൾ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നലെ രാത്രി ഒന്നും ഉണ്ടായിരുന്നില്ല.
അതുപോലെ ഇപ്പോൾ ഇന്നും കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്, മഴ പെയ്യുന്നതാണ് പറയുന്നത്. അത് വന്നാൽ പിന്നെ പ്രശ്നമേ വരില്ല. കഴിഞ്ഞ ഒരാഴ്ചയോളം തിരുവനന്തപുരത്ത് മാത്രം തിരുവനന്തപുരത്ത് നേരിട്ട് കാണുന്ന തിരുവനന്തപുരത്ത് ഈ മലയോര മേഖലയിലൊക്കെ ഏകദേശം 1 മണിക്കൂറിലധികമാണ് രാത്രികാലത്തിൽ വൈദ്യുതി ഇല്ലാതെ. 11 മണിക്കൂർ കഴിഞ്ഞാൽ 12 മണിക്ക് ശേഷമാണ്. അപ്പോൾ അതൊന്നും ലോഡ് ഷെഡിങ് അല്ല. കാറ്റും മഴയും വന്നാൽ മരം വീണാലും കുഴപ്പം വരുമല്ലോ. മഴ ഇല്ലാത്ത ദിവസം ഈ കഴിഞ്ഞ ഒരാഴ്ച ഇല്ല 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 അതെന്താ വെച്ചാൽ ഓവർലോഡ് വരുമ്പോൾ ട്രിപ്പാകുകയാണ്. അങ്ങനെ ചെയ്തിട്ടും 2024 അത്രയും വൈദ്യുതി ഉപഭോഗം ഉണ്ടാകാതിരുന്നിട്ടും ആര് പറഞ്ഞ 2024 വെച്ച് എത്ര കൂടുതലുണ്ട്? മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് മാധ്യമങ്ങളെ കണ്ടത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന് ആവർത്തിക്കുകയാണ്. അത്തരമൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാനം പോയിട്ടില്ല എന്നും മറ്റും പറയുന്നു. പക്ഷേ അത് ഇന്നലെ മുതൽ ലോഡ് ഷെഡിംഗ് നിലവിൽ വന്നു എന്നാണ് നമുക്ക് ചില അറിയിപ്പുകൾ കിട്ടിയത്. പലയിടത്തായും മഴ പെയ്തു, അതുകൊണ്ടാണ് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഇല്ലാതായത്. അധിക ഉപഭോഗം വരുമ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്ന് മാത്രമാണ് മന്ത്രി പറയുന്നത്. ഇപ്പോൾ ആര് പറയുന്നത് വിശ്വസിക്കണമെന്നുള്ളതാണ് കേരളം ചോദിക്കുന്നത്.